ഇതാണ് ബദരീങ്ങൾ. ഈ സമുദായത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കൾ അവരെയൊക്കെ താഴെയാണ് ബാക്കിയുള്ള ഔലിയാക്കളൊക്കെ. ഹൗസുൽ ആദമായാലും അല്ലാത്തവരായാലും അവരൊക്കെ ആദ്യകാലത്ത് റസൂലുള്ളാഹിന്റെ ഒപ്പം നിന്ന് ബദറിലെന്തിയ പങ്കെടുത്ത ഫസ്റ്റ് റമദാനിൽ തന്നെ യുദ്ധം ചെയ്തവരവര്. തിരിഞ്ഞോ? ഹൗസുൽ ആദം വരുന്നത് 5-ാം നൂറ്റാണ്ടിലാണ്, ഹിജ്റയുടെ 5-ാം നൂറ്റാണ്ടിൽ. കുറച്ചു കാലമൊന്നും പുറകിട്ടല്ല, 5 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്താണ്. അഥവാ നമ്മളും മമ്പുറന്നങ്ങളും തമ്മിലുള്ള അകലമുണ്ട്. ഹൗസുൽ ആദമും സഹാബത്തും തമ്മിൽ. മനസ്സിലായോ നമുക്ക്? നമ്മൾ വൈദ്യശേഖരനെ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രം നടക്കല്ല. അവർ മുറുകെ പിടിക്കേണ്ടതെന്നല്ല, ഇവരെയൊക്കെയും കവർ ചെയ്യുന്ന ഔലിയാക്കൾ ആരാ? എനിക്ക് ശേഷം ഒരു നബി ഉണ്ടെങ്കിൽ ആരായിരിക്കും അത്? അബൂബക്കർ സിദ്ദീഖ് ആയിരിക്കും. അങ്ങനെയുള്ള ആളുടെ പേരാണ്. അങ്ങനെയല്ലേ? ബിസയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിസയ്യിദിന അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടാമൻ, അല്ലേ? ബിസയ്യിദിന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ബിസയ്യിദിന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, ബിസയ്യിദിന തൽഹ റളിയല്ലാഹു അൻഹു, ബിസയ്യിദിന സുബൈർ റളിയല്ലാഹു അൻഹു, ബിസയ്യിദിന സഅദ് റളിയല്ലാഹു അൻഹു, ബിസയ്യിദിന സഈദ് റളിയല്ലാഹു അൻഹു, ബിസയ്യിദിന അബീ ഉബൈദ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു, ബിസയ്യിദിന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്നിങ്ങനെ പറഞ്ഞിട്ടല്ലേ? ബിസയ്യിദിന ബിശ്ർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ അങ്ങോട്ട് എന്ത് ചെയ്യുന്നത് ചൊല്ലിപ്പോകുന്നിടത്തിൽ കാണാം. അപ്പൊ ഇവരുടെയൊക്കെയും പേര് ചെറുതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടാവരുത്. ഇന്നിവിടെ ഇരിക്കുന്ന ഈ സാഹചര്യം വരെ അവർ സഹായിച്ചതാണ്. ഇന്ന കസീറൻ മിനൽ ഔലിയായി ലം തഅസ്സിൽ ലഹുൽ വിലായത്തു ഇല്ലാ ബിഖിറാഅത്തി അസ്മാഇഹിം വതവസ്സുലി ബിഹിം. ഇതേപോലെ കൂറ്റമ്പാറ ഉസ്താദ് തന്നെ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രശ്നങ്ങളും വന്നെന്ത് ചെയ്യുന്നുണ്ട്, ഈ കാലം ഇവിടെ എന്ത് ചെയ്തു കൊലം കുത്തി മറിയുകയും എല്ലാവരും ആക്ഷേപിക്കുകയും ചെയ്തപ്പോൾ സുൽത്താൻ ഉലമയോട് ചോദിച്ചു, നിങ്ങൾ ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ലല്ലോ, നിങ്ങളുടെ മുഖത്തൊരു വിഷമം കാണാനില്ല, നിങ്ങൾ ദുഃഖിതനായിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതിന് കാരണം എന്താ? സുൽത്താൻ ഉലമ പറഞ്ഞത്, 23 വയസ്സുള്ളപ്പോൾ ബദരിയത്തിന്റെ ഇജാസത്ത് എനിക്ക് ലഭിച്ചതാണ്. അന്നു മുതൽ ഇന്ന് വരെ ഞാനത് ഒഴിവാക്കിയിട്ട് ഇല്ല. അതുകൊണ്ട് എനിക്കിവിടെ ആരെവിടെ കിടന്ന് കളിച്ചാലൊന്നുമില്ല, എനിക്കൊന്നും തോന്നാറില്ല. നമ്മളുടെ പാത ശരിയായ രൂപത്തിലാണ്, റബ്ബിന്റെ ദീൻ സംരക്ഷിക്കാനാണ് എന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് എനിക്ക് റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം കിട്ടുമെന്നതിൽ യാതൊരു സംശയവും എനിക്കില്ല എന്ന് മൂപ്പര് പറയുന്നതായിട്ട് കാണാം. ആ സഹായമൊക്കെ ലഭിച്ചില്ലേ? ഇപ്പോൾ അതിന്റെ വമ്പിച്ച വിജയം ഇവിടെ കിട്ടിയില്ലേ? എതിർത്ത് നിന്നവരെല്ലാം വീണ്ടും പരാജയപ്പെട്ടില്ലേ? അവർ വീണ്ടും തല്ലിപ്പിരിഞ്ഞ് 3-4 ഗ്രൂപ്പ് പിന്നെ ആയില്ലേ? അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്തു? സംഭവിച്ചെന്താ? ഇതിന്റെ പിന്നിൽ എന്താ എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തെ തൊട്ട് കളിച്ച ഒത്തിരിയധികം ആളുകൾ വേറെയുണ്ട്. അവരൊക്കെയും എന്ത് ചെയ്തു? നാശമായിപ്പോയി. ഒന്നുപോലും വിജയിച്ചില്ല. അവരുടെ പേര് പോലും ദുനിയാവിൽ കേൾക്കാനില്ലാതായി പോയിട്ടുണ്ട്. വലിയ പേരും പ്രശസ്തി ഉണ്ടായിരുന്ന പണ്ഡിതന്മാർക്ക് പോലും പേര് പോലും ദുനിയാവിൽ കേൾക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് അവർ തേച്ചു മാറ്റിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടിയ ബദരീയത്തിന്റെ വില എന്താണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അവനവന് നല്ലത്.